ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്നും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ്, അതുപോലെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ, അതായത് നെക്സ്റ്റ് ആക്ഷൻ ഓഫ് യുവർ പേഴ്സൺ, അതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ആരുടെയും പേഴ്സണൽ എനർജി പിക്ക് ചെയ്തിട്ടുള്ള റീഡിംഗ് അല്ല, അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല. ഇനി ഇതിൽ കേൾക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കത് അട്രാക്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള അല്ല എന്ന് മനസ്സിലായാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക. ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോഴാണ് നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നത്. അതായത് നിങ്ങൾ ഇത് കേൾക്കാൻ പ്രാപ്തമായ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളത് ഓപ്പൺ ചെയ്ത് കേൾക്കുള്ളൂ അല്ലെങ്കിൽ കാണുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മുഖം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ ഈ നിമിഷത്തെ നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് ഫീലിംഗ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് വാണ്ട്സ്, 8 ഓഫ് പെന്റിക്കിൾസ്, 3 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്. ഇതൊരു മിച്ചം വന്ന കാർഡാണ്. പേജ് ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പം ഈ കാർഡ്സ് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ? അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റെസൊണേറ്റ് ആണെങ്കിൽ മാത്രം തുടർന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങളിവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ അട്രാക്ട് ചെയ്ത് വെക്കരുത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ജഡ്ജ്മെൻറ്റ്, സ്റ്റാർ, 5 ഓഫ് പെന്റിക്കിൾസ്, ദ സൺ, കിങ് ഓഫ് പെന്റിക്കിൾസ്, ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. കറണ്ട് ഈ നിമിഷം, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നമ്മുടെ ഈ കാർഡ്സ് അങ്ങ് അറ്റത്താണ്. ഓക്കെ 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 അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനായിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം അപ്പോൾ ഇന്ന് കണ്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെ ദൂരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ ഒരു വലിയ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്മിലൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ അയാൾ വിചാരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് ആ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരണം എന്നാണ് ഈ നിമിഷം അയാൾ ആലോചിക്കുന്നത്. അതാണ് ഫസ്റ്റ് കാർഡ്. ദെൻ പേജ് ഓഫ് വാണ്ട്സ്, നിങ്ങളോട് വളരെ പാഷനാണ് അയാൾക്ക്, വല്ലാത്തൊരു അഭിനിവേശം അയാൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് റിസ്ക് എടുത്താലും തിരിച്ചു വരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അത്യാഹ്ലാദത്തോടുകൂടി നിങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ മൂല്യം മനസ്സിലാക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ് പേജ് ഓഫ് വാണ്ട്സ് പറയുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ്, എക്സ്ട്രാ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അയാളുടെയും കയ്യിലല്ല നിങ്ങളുടെയും കയ്യിലില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരിക്കും. മിക്കവാറും വായുവിൽ നിൽക്കുമായിരിക്കും, എന്തായാറായിരിക്കും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും അത് വെറുത്താവുന്നില്ല, അതുപോലെ അയാൾ ചെയ്തിട്ടും വെറുത്താവുന്നില്ല. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ മൈൻഡ്സ് ആണ്. നിങ്ങൾക്ക് തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം കോൺഫ്ലിക്റ്റഡ് ആയിട്ടുണ്ടാവും. മേ ബി ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ അതിനെ ഒന്ന് ടാലിയാക്കാൻ വേണ്ടി ഈ പേഴ്സൺ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇപ്പോൾ ഇടാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് മറ്റാളുകളുടെ സാന്നിധ്യമുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആണായാലും പെണ്ണായാലും അയാൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് അവരുടെ ഫാമിലി ആയിരിക്കാം. അവിടെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇയാൾക്ക് ഈ എഫേർട്ട് പാർഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് കാണുന്നത്. ഓക്കെ, 8 ഓഫ് പെന്റിക്കിൾസ് അത് വിസിബിൾ ആയിട്ട് വരുന്നില്ല. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്പ് ആണ്. അപ്പോൾ 3 ഓഫ് കപ്പ് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഏസ് ഓഫ് കപ്സിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. അതൊരു ചിന്തയിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. അത് അയാൾക്കത് ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടണം എന്ന ചിന്തയാണ്. ഒരു പുതിയ സ്നേഹം തോന്നുന്നു എന്നാണ്. തോന്നുന്നേ ഉള്ളത്, പ്രകടിപ്പിക്കാനായില്ല. ഓക്കെ, ഫസ്റ്റ് ഏസ് ആണ്. അപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. മേ ബി അത് അയാളുടെ ഫാമിലി ആയിരിക്കാം. ആണായാലും പെണ്ണായാലും നിങ്ങളുടെ പേഴ്സൺ ആണായാലും പെണ്ണായാലും അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്.
ബട്ട് സ്റ്റിൽ അയാൾക്ക് നിങ്ങളോടൊരു വല്ലാത്തൊരു പുതിയ അഭിനിവേശം, ഒരു വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്, നിങ്ങളെ കാണണം തോന്നുന്നുണ്ട്, നിങ്ങളോട് റീയൂണിയൻ വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്പ് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അവേക്കനിങ് ആണ്. മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൻ്റെ, അത് നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോഡ് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളാണ്, അവിടെ നിങ്ങൾ പതുക്കെ എണീറ്റ് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു വൂണ്ടഡ് പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ അല്ല, വൂണ്ടഡ് പാസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാവാം, അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ മുൻജന്മങ്ങളിലേ അറിയുന്ന ആളുകളായിരിക്കും, മേ ബി സോൾമേറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ 6 ഓഫ് കപ്പും പേജ് ഓഫ് സോഡും രണ്ട് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ ഈ രണ്ട് കാർഡുകളും പറയുന്നത് നിങ്ങൾ പാസ്റ്റിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ പാസ്റ്റിലെ കുറേ കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ക്ലിയർ ചെയ്യപ്പെടാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസും, ഇപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഒന്നു ചേരാൻ പറ്റാത്ത വിധം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ എമർജ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിടയിലേക്ക് വരാൻ അയാൾക്കിപ്പോൾ പറ്റുന്നില്ല എന്നാണ്. ബോട്ടം വന്ന 6 ഓഫ് കപ്പ്, അയാൾ നൊസ്റ്റാൾജിക് ഫീലിങ്ങിലിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല സമയത്തെക്കുറിച്ച്, നല്ല സന്തോഷങ്ങളെക്കുറിച്ച്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു പെറ്റിനെ കിട്ടിയാൽ ഇവർ ഒരുമിച്ചാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഗ്രോ അപ്പ് ചെയ്തത് ഒരുമിച്ചായിരിക്കും, ടുഗദർ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഈ പേഴ്സൺ ഇരിക്കുന്നു എന്നാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ അയാൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ പറ്റാത്ത വിധം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അയാൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കറണ്ട് എനർജിയിൽ കാണുന്നത്. അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു ഇയാൾക്കിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇവിടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ ഓഫ് യുവർ പേഴ്സൺ എന്ന് ചോദിച്ചപ്പോഴും ബോട്ടം 7 ഓഫ് കപ്പാണ്. അത് ഫാമിലിയെക്കുറിച്ചും വീടിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കൺസേൺ ആണ്. 7 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളിൽ അയാൾ വ്യാപൃതനാണ്. ഒന്നിലധികം പ്രശ്നങ്ങളിൽ അയാൾ പെട്ടിരിക്കുന്നു. 7 കപ്സ് ഉണ്ട് ടു ബി ഫിൽഡ്. അപ്പോൾ ആ 7 കാര്യങ്ങളിൽ അയാൾ വ്യാപൃതമാണ്. 7 എയ്തർ 7 ഓർ മോർ ദാൻ 7 ഓർ മോർ ദാൻ 2 or 3, അങ്ങനെ സോ മെനി പ്രോബ്ലംസ് അതേ. അതുകൊണ്ട് അയാൾക്ക് ആ പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. അയാൾക്ക് എല്ലാത്തിനും കൂടെ ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. എന്താണ് അയാളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ്മെൻ്റ് ആണ്. അയാൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുവാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള രീതിയിൽ അയാൾ ആലോചിക്കുന്നുണ്ട്. സ്റ്റാർ അയാൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ട്. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് അയാൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നഷ്ടബോധത്തിലേക്ക് എത്തുന്നുള്ളൂ. അയാൾക്കത് ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റുന്നില്ല. ഒരു ഫ്യൂട്ടൈൽ എഫേർട്ടായിട്ടാണ് മാറുന്നത്. അയാൾക്ക് അതൊരു ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ തന്നെയാണുള്ളത്. ആ റിലേഷൻഷിപ്പ് എൻ്റെ പൈ പോയിട്ടുള്ള പോലെയാണ് കാണുന്നത്. ഇവിടെ നെക്സ്റ്റ് സൺ കാർഡും നെക്സ്റ്റ് കിങ് ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഇയാൾ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുന്നു എന്നാണ്. അതായത് സമയമാകുമ്പോൾ വെൻ എവറിത്തിങ് ഈസ് ഹീൽഡ്, വെൻ ദ വൂൺസ് ആർ ഹീൽഡ്, ഷുവർലി ദ റിലേഷൻ വിൽ കം ബാക്ക് എന്ന് അയാൾ വിചാരിക്കുന്നു. എല്ലാം പോസിറ്റീവായിട്ട് എൻ്റെ പാവെന്ന് അയാൾ വിചാരിച്ച് അയാൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് റൈറ്റ് നൗ ഹീ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് എനി ഡിസിഷൻ ഓർ നോട്ട് ഏബിൾ ടു ടേക്ക് എനി ആക്ഷൻ. അയാൾക്കൊരു ഡിസിഷൻ എടുക്കാനോ ആക്ഷൻ എടുക്കാനോ പറ്റുന്നില്ല. സ്റ്റിൽ ഹീ ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് ഹീ ഈസ് ഇൻ ജഡ്ജ്മെൻറ്റൽ ഫേസ്. അയാൾ ഇപ്പോഴും ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് അയാൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ചും അയാൾ കുറേ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുവാണ്. അപ്പോൾ അയാൾക്ക് നമ്മൾ ആ സമയം കൊടുത്തേ പറ്റുള്ളൂ. അയാളുടെ പ്രശ്നങ്ങളും കൂടെ സോൾവ് ചെയ്തിട്ട് വരട്ടെ. ചിലപ്പം നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ടാവേണ്ടത് ഒരാവശ്യമായതുകൊണ്ട് അതിനിടയിലേക്ക് ഇയാളുടെ പ്രശ്നങ്ങൾ വന്ന് കയറിയതായിരിക്കാം. അയാൾ പതുക്കെ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. മേ ബി ഹി വിൽ കം ബാക്ക്. നമുക്ക് അയാൾ തിരിച്ചു വരുമെന്നൊന്ന് നോക്കാം. ഇവിടെ അയാൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് കാണുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി എവറിത്തിങ് വിൽ ബി ഹീൽഡ് ആൻഡ് വെൻ ദ വൂൺസ് ആർ ഹീൽഡ് റിലേഷൻ വിൽ കം ബാക്ക് എന്നാണ് അയാൾ വിചാരിക്കുന്നത്. സൺ കാർഡ് അതാണ് പറയുന്നത് കേട്ടോ. ഹീലിങ്ങിൻ്റെ കാർഡാണ് സൺ കാർഡ്. ഹീലായി പൂർണ്ണമായി ഹീൽ ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് എവറിത്തിങ് വിൽ ബി ഫൈൻ. അത് ഓർത്ത് അയാൾ കിങ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുന്നതാണ്. നിങ്ങളുടെ റീയൂണിയൻ പോസിബിൾ ആണോ? 5 ഓഫ് കപ്സ് ആണ് വന്നത്, നോയാണ്. 5 ഓഫ് സോഡ്സ് ആണ്. അപ്പം ഒരു റീസെൻറ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ കാണുന്നില്ല. റീസെൻറ്റ് ഫ്യൂച്ചറാണ് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സ്റ്റിൽ ദെയർ ആർ കാർമിക് സിറ്റുവേഷൻസ്. ഇവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ട്. ഈ കാർമിക് സിറ്റുവേഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റും. പക്ഷേ ഇപ്പോൾ ഉടനെ ഒരു 3 മാസത്തിനകത്ത് നിങ്ങളുടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണുന്നില്ല. കാരണം 3 മൈനർ ആർക്കാന കാർഡ്സ് ആണ്. 5 ഓഫ് കപ്സ് പാസ്റ്റിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കും. 5 ഓഫ് സോഡ്സ് ഇയാൾക്ക് ഒരു ആക്ഷൻ എടുത്ത് വരാൻ പറ്റാത്ത വിധം മറ്റുള്ളവരുടെ
എന്താണ് മറ്റുള്ളവരുടെ ചിന്തകളും മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേണും ഇയാളെ ബോധർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരുടെ ഒരു സ്ക്രൂയിങ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാക്ക ഒന്ന് ചെവിയിൽ നിന്ന് കരകരാന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ അയാൾ പോകുന്നുണ്ട്. ദാറ്റ് ജഡ്ജ്മെൻ്റ് ആണ്. അയാൾ ജഡ്ജ്മെൻ്റൽ ഫേസിലൂടെയാണ് പോകുന്നത്. ഒരു 3 monthsലേക്ക് എന്തായാലും ദർ വോണ്ട് ബി എ റീയൂണിയൻ എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ഫ്യൂ മന്ത്സിലേക്കുള്ള. അതൊരു ഫോർ 3 months ആണ്. മെയിനർ ആർക്കാന കാർഡ് ആയതുകൊണ്ട് ദാറ്റ് വോണ്ട് ലാസ്റ്റ് ഫോർ ലോങ്. അപ്പോൾ ഒരു 3 monthsലേക്ക് എന്തായാലും ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണുന്നില്ല. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് നോക്കാം. ലെറ്റേഴ്സ് പറയാം. KOCJS FP then TS KP then EPW വീണ്ടും T വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്, P വന്നിട്ടുണ്ട്, S വന്നിട്ടുണ്ട്, WTSOC. ദെൻ 5 തന്നെ റിപ്പീറ്റഡ് ആണ്. 5 നമ്പർ റിപ്പീറ്റഡ് ആണ്. സിയും എസും ജെയും വന്നിട്ടുണ്ട്. നമ്പേഴ്സ് പറയാം. 12 11 8 3 1 വീണ്ടും 11 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, ദെൻ 20 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട് 18, ദെൻ 5 19 14 ദെൻ 7 വീണ്ടും 20 വന്നിട്ടുണ്ട്, ദെൻ വീണ്ടും 2 5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ്. ഈ ക്ലൂസ് ഉള്ളവർക്ക് കുറച്ചും കൂടെ റെസനേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആൻഡ് നെക്സ്റ്റ് 3 monthsലേക്കുള്ളൊരു ഫ്യൂച്ചർ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആണെങ്കിൽ മാത്രം ഇത് നിങ്ങളിലേക്ക് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.